Shall we read from Exodus chapter 15 verse 26? പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം വായിക്കാം. If you will diligently listen to the voice of the Lord your God and do that which is right in his eyes and give ear to his commandments and all keep all his statutes, I will put none of the diseases on you that I put on the Egyptians, for I am the Lord your healer. Exodus chapter 15 verse 26. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവനെ പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളി ചെയ്തു. Praise the Lord. ഹല്ലേലൂയ. God says, I am the Lord your healer. ദൈവവചനം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. Our God is a healer. നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. His name is a healer. ദൈവത്തിന്റെ പേര് തന്നെ സൗഖ്യദായകൻ എന്നാണ്. Hallelujah. ഹല്ലേലൂയ. So we are supposed to love the healer, not the healing. നമ്മൾ സൗഖ്യദായകനെയാണ് സ്നേഹിക്കേണ്ടത്, സൗഖ്യത്തെയല്ല സ്നേഹിക്കേണ്ടത്. How many of you believe that? എത്ര പേർ വിശ്വസിക്കുന്നു? Hallelujah. ഹല്ലേലൂയ. We have to love Jesus Christ. He is the healer. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കണം. യേശുക്രിസ്തുവാണ് സൗഖ്യദായകൻ. Amen. ഹല്ലേലൂയ. So today I would like to speak from the word of God 5 types of healing in the Bible. ബൈബിളിൽ കാണുന്ന 5 തരത്തിലുള്ള സൗഖ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. And I believe that this message will be a blessing upon your spiritual life. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വളരെയധികം അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. So whenever we think or hear about healing, normally we think about physical healing. നമ്മൾ സൗഖ്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യമായി നാം വിചാരിക്കുന്നത് ശാരീരിക സൗഖ്യമെന്നാണ്. Cancer being healed or tumors being healed. ക്യാൻസറുകൾ, ട്യൂമറുകളെല്ലാം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. Like miracles are happening, like healing from diseases. രോഗസൗഖ്യം എന്നുള്ളതാണ് നാം വിചാരിക്കുന്നത്. But the Bible says there are 5 types of healings. ദൈവവചനത്തിൽ 5 തരത്തിലുള്ള സൗഖ്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. Among the one is physical healing. അതിൽ ഒന്നാണ് ശാരീരിക സൗഖ്യം. There are other 4 healings also. എന്നാൽ പിന്നീട് 4 തരത്തിലുള്ള സൗഖ്യങ്ങൾ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. Hallelujah. ഹല്ലേലൂയ. Which is the biggest of these healings? ഇതിനകത്ത് ഏറ്റവും വലിയ സൗഖ്യം ഏതാണ്? The Bible says the biggest healings is spiritual healing. ഏറ്റവും പ്രധാനമായ സൗഖ്യം എന്നുള്ളത് വചനത്തിൽ കാണുന്നത് ആത്മീക സൗഖ്യമാണ്. Hallelujah. ഹല്ലേലൂയ. We need a spiritual healing from Jesus Christ. നമുക്കൊരു ആത്മീക സൗഖ്യം കർത്താവായ യേശുവിൽ നിന്നും ആവശ്യമാണ്. What is meant by spiritual healing? എന്താണ് ആത്മീക സൗഖ്യം എന്നാൽ? We have to receive forgiveness from God. നമ്മൾ കർത്താവിൽ നിന്ന് പാപക്ഷമ പ്രാപിക്കുക. We have to receive the forgiveness of the remission of sins from Jesus Christ. നമ്മുടെ കർത്താവിൽ നിന്ന് പാപമോചനം പ്രാപിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സൗഖ്യം. That is the main and most important healing in the Bible. കർത്താവിൽ നിന്ന് പാപക്ഷമ പ്രാപിക്കുന്നതാണ് വചനത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനമായ സൗഖ്യം എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. So in the Bible we can read in many parts that the main thing is that spiritual healing. നമുക്ക് വചനത്തിന്റെ പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഏറ്റവും പ്രധാനമേറിയ സൗഖ്യം ആത്മീക സൗഖ്യം ആണെന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. So I will just read some word of God so that we can understand. Shall we read from Psalms 103 verse 1 and 2. The Bible says, "Bless the Lord, O my soul, and all that is within me. Bless his holy name. Bless the Lord, O my soul, and forget not all his benefits." And verse 3 says, "Who forgives all your iniquity, who heals all your diseases." എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. So just you listen the order. What is the order? Who forgives all your iniquity. That is most important. That is the first thing. And then he says, who heals all your diseases. ആദ്യമായിട്ട് നാം വായിക്കുന്നത് അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. അതിനുശേഷമാണ് നാം വായിക്കുന്നത് നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. So which is more important? അപ്പോൾ ഏതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്? Hallelujah. ഹല്ലേലൂയ. Healing of diseases is secondary. First, primary is forgiveness of all our iniquities. ഇവിടെ നിന്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നുള്ളത് രണ്ടാമത്തേതാണ്. ആദ്യ സൗഖ്യം നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. പാപത്തിൽ നിന്നുള്ള അകൃത്യങ്ങളിൽ നിന്നുള്ള വിടുതലാണ് ആദ്യമായി കാണുന്ന സൗഖ്യം. Hallelujah. ഹല്ലേലൂയ. So what is the most important healing? ഏതാണ് ഏറ്റവും പ്രാധാന്യമേറിയ സൗഖ്യം? That is spiritual healing. അതാണ് ആത്മീക സൗഖ്യം. What is spiritual healing? എന്താണ് ആത്മീക സൗഖ്യം? Forgiveness of all our sins. നമ്മളുടെ പാപങ്ങളെല്ലാം കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് പാപക്ഷമ പ്രാപിക്കുന്നതാണ് ആത്മീക സൗഖ്യം. 1 John chapter 1 verse 7 and 8 says, "The blood of Jesus Christ
cleanses us from all our sins. 1 യോഹന്നാൻ 1:8 കാണുന്നു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So if we confess our sins before God, നമ്മൾ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ, and if you ask for his forgiveness, കർത്താവിൽ നിന്ന് പാപക്ഷമ നാം പ്രാപിക്കുന്നുവെങ്കിൽ, our God is faithful to purify and cleanse our life. നമ്മുടെ പാപങ്ങളെ എല്ലാം ക്ഷമിക്കുവാൻ തക്കവണ്ണം കർത്താവ് വിശ്വസ്തനും നീതിമാനുമാണ്. Hallelujah. ഹല്ലേലൂയ. So that is the main thing. അതാണ് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം. God is actually expecting us to have a good fellowship with Jesus Christ. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കർത്താവുമായി ഏറ്റവും നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കുക എന്നതാണ്. So what is the main obstacle for that relationship? എന്താണ് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും ഒന്നാമതായി നിൽക്കുന്ന That is കാര്യം? our sins. അത് നമ്മുടെ പാപങ്ങളാണ്. So if we confess our sins before God, നമ്മൾ പാപങ്ങൾ കർത്താവിനോട് ഏറ്റു പറയുന്നുവെങ്കിൽ, he is a faithful God. കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ വിശ്വസ്തനാണ്. He forgives all our sins. നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവ് ഏറ്റു പറയുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. So in the Old Testament, പഴയ നിയമത്തിൽ when the people were offered some sacrifice before the Lord, some animal sacrifice, നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, യാഗമൃഗങ്ങളെ കൊണ്ടുവരുന്നതായിട്ട്, കർത്താവിന്റെ ആലയത്തിൽ യാഗമൃഗങ്ങളെ for കൊണ്ടുവരുന്നതായിട്ട് the കാണുവാൻ remission of their കഴിയുന്നു. sins they were offered some animal sacrifice. അവരുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മൃഗങ്ങളെ യാഗം കഴിക്കുന്നതായിട്ട് നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. So the Bible says that when the high priest is offering some sacrifice for the people, God forgive the sins of the people. അവിടെ മഹാപുരോഹിതൻ മൃഗത്തിന്റെ രക്തമെടുത്ത് ജനത്തിനു വേണ്ടി, ജനം ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നതായിട്ട് നമുക്ക് വായിക്കുന്നുണ്ട്. In the New Testament our high priest is Jesus Christ. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ മഹാപുരോഹിതൻ കർത്താവായ യേശുക്രിസ്തുവാണ്. Hallelujah. ഹല്ലേലൂയ. He died on the cross. യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. That is the Lamb of God. കർത്താവ് കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. Hallelujah. ഹല്ലേലൂയ. So that what happens is God is forgiving our sin if we believe Jesus Christ, and if we pray to God for the remission of sins, he is a faithful God to cleanse your sins and make you a new person in Jesus Christ. കർത്താവ് കാൽവരി ക്രൂശ് നമുക്ക് വേണ്ടി യാഗമായതുകൊണ്ട് നാം ആ കാൽവറി മരണം വിശ്വാസത്താൽ ഏറ്റെടുത്ത്, കർത്താവ് എൻ്റെ പാപത്തിന് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ മരിച്ചതെന്ന് വിശ്വസിക്കുകയും വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും. Hallelujah. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. So what Bible teaches is that we have to ask for his forgiveness. He will not only forgive our sins, the Bible says he will give you his grace to overcome sins next time. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ പാപങ്ങൾ കർത്താവ് ക്ഷമിക്കുന്നു, അതുപോലെ തന്നെ പാപങ്ങളെ ജയിക്കാനുള്ള കൃപയും കൂടെ കർത്താവ് തരുന്നു. Because grace came through Jesus Christ. എന്തുകൊണ്ടെന്നാൽ കൃപ വന്നത് കർത്താവ് യേശുക്രിസ്തുവിൽ കൂടിയാണ്. In the Old Testament there was only forgiveness of sins. പഴയ നിയമത്തിൽ പാപക്ഷമ മാത്രമേ But in ഉണ്ടായിരുന്നുള്ളൂ. the New Testament we got the grace of God also. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവിന്റെ കൃപയും കൂടെ നമുക്ക് ലഭ്യമാണ്. Hallelujah. Hallelujah. So that we can overcome the sin. അതുകൊണ്ട് നമുക്ക് പാപത്തെ ജയിക്കുവാനുള്ള കൃപ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്നു. In the New Testament God gives two blessings. പുതിയ നിയമത്തിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. First is forgiveness of sins. ആദ്യമായിട്ട് പാപങ്ങളിൽ നിന്നുള്ള ക്ഷമ നമുക്ക് That is ലഭിക്കുന്നു. common not in Old Testament also. അത് പഴയ നിയമത്തിലുണ്ട്. But the second thing is that in the New Testament we got the grace of God through Jesus Christ. പുതിയ നിയമത്തിൽ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള കൃപ, അതായത് പാപത്തെ ജയിക്കുവാനുള്ള കൃപയും കൂടെ നമുക്ക് ലഭിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So if you confess before God your sins and if you ask for his mercy and forgiveness, God will forgive you. And if you decide, Lord, from today onwards, from this time onwards, I will live like a holy man or a holy woman, I will live according to the word of God. If you decide like that, God will give you the Holy Spirit to strengthen you, to empower you to overcome sins in your life. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ഏറ്റെടുത്തതിന് ശേഷം, കർത്താവ് ഇന്നു മുതൽ എനിക്കിനി പാപം ചെയ്യുന്നില്ല, പുതിയൊരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് അപ്രകാരം ഒരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഒരു കൃപ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ നൽകി തരും. Hallelujah. ഹല്ലേലൂയ. Which was not available in the Old Testament times. അത് നമുക്ക് പഴയ നിയമത്തിൽ ലഭ്യമല്ലായിരുന്നു. In the New Testament we got the grace of God. പുതിയ നിയമത്തിൽ നമുക്ക് അത്തരത്തിൽ പാപത്തെ ജയിക്കുവാനുള്ള കൃപയും കൂടെ കർത്താവ് തരുന്നു. Hallelujah. ഹല്ലേലൂയ. We can read from Mark chapter 2. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. And verse 5 says, and when Jesus saw their faith, he said to the paralytic man, son, your sins are forgiven. Mark chapter 2 verse 5. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. Hallelujah. ഹല്ലേലൂയ. So we can see that Jesus never told him that
you receive your healing right now. But instead of that, he first told him that, son, your sins are forgiven. യേശു ആ പക്ഷവാതക്കാരനോട് ആദ്യം സൗഖ്യം പ്രാപിക്കാനല്ല പറയുന്നത്, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്നാണ് ആദ്യം പറയുന്നത്. And second he says in verse 11, I say to you, rise, pick up your bed and go home. 11-ാം വാക്യത്തിൽ പറയുന്നു, എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. So look this order here. ഇവിടുത്തെ ആ ഒരു ഓർഡർ ശ്രദ്ധിക്കുക. Which is first, healing or forgiving of sins? ഇവിടെ ആദ്യമായിട്ട് സൗഖ്യമാണോ കൊടുക്കുന്നത്, പാപക്ഷമയാണോ കൊടുക്കുന്നത്? Tell me people. So what is God's order? ഇവിടെ എന്താണ് ദൈവം ആദ്യമായി ചെയ്യുന്നത്? So which is more important? ഏതാണ് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം? First is forgiveness of sins. ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം പാപക്ഷമ എന്നുള്ളതാണ്. So this paralytic man, he got forgiveness of sin first. ഇവിടെ ഈ പക്ഷവാതക്കാരന് ആദ്യം ലഭിച്ചത് പാപക്ഷമയാണ്. Then he got the healing from God. കർത്താവ് പാപം മോചിച്ചു, പിന്നീടാണ് രണ്ടാമതാണ് ആ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. So if you want healing from God, നിങ്ങൾക്ക് കർത്താവിൽ നിന്ന് ഒരു സൗഖ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ God is actually expecting you to receive the spiritual healing first. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആത്മീക സൗഖ്യം ആദ്യം പ്രാപിക്കണം, പാപക്ഷമ ആദ്യം പ്രാപിക്കണം എന്നുള്ളതാണ് കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. If you receive the spiritual healing, automatically physical healing will take place. നിങ്ങൾ കർത്താവിൽ നിന്ന് പാപക്ഷമ പ്രാപിക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ശാരീരിക സൗഖ്യം നിങ്ങൾക്ക് സംഭവിക്കും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. I can give you an example. നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞ് many time I shared this example. ധാരാളം പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ഈ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. If you are going to a hotel in your place or in India or any other place like Kerala or North India, any place. കേരളത്തിലോ ഇന്ത്യയിലോ നമ്മൾ ഏതെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും നാം ഒരു ഹോട്ടലിൽ പോകുന്നുവെങ്കിൽ, if you are going for in North India, you can ask for chapatis in the hotel. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ കൂടുതലും ചപ്പാത്തിയാണ്. If you are going in Kerala, you may ask for idli or dosha. കേരളത്തിലാണെങ്കിൽ കൂടുതലും ഇഡ്ഡലി, ദോശ അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. So if we are in Kerala, so I just take the example from Kerala. ഞാൻ കേരളത്തിലെ ഒരു ഉദാഹരണം പറയാം. So if you are going to hotel and if you are ordering some idli, നിങ്ങൾ ഒരു ഹോട്ടലിൽ പോയിട്ട് ഇഡ്ഡലി നമ്മൾ ഓർഡർ ചെയ്യുന്നുവെങ്കിൽ they will bring the idli. ആ ഒരു ഇഡ്ഡലി കൊണ്ടുവരും. The waiter will give you idli and along with idli you can see sambar and chutney and like that you can see. ഇഡ്ഡലിയോടൊപ്പം തന്നെ അവർ സാമ്പാറും ചട്നിയും കേരളത്തിലുള്ള ഹോട്ടലുകളിൽ കൊണ്ടുവരും. And they will give you the bill. ലാസ്റ്റിൽ ഒരു ബില്ല് തരും. And the bill, it will be written idli 50 rupees. ബില്ലിൽ ഇഡ്ഡലി 50 രൂപ. So sambar and chutney, everything was there, it was free. അവിടെ അതിനകത്തുള്ള സാമ്പാർ ചട്നിയൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. Only idli you are paying 50 rupees. പക്ഷേ ബില്ലിനകത്ത് ഇഡ്ഡലിക്കാണ് നമ്മൾ 50 രൂപ കൊടുക്കുന്നതെന്നാണ് അടിച്ചു തരുന്നത്. Hallelujah. Hallelujah. And if you ask him what about the sambar and chutney, there is nothing in the bill, it is not mentioned. അതിനകത്ത് പ്രത്യേകിച്ച് സാമ്പാർ ചട്നി എന്നുള്ള ബില്ലിൽ അത് മെൻഷൻ ചെയ്യുന്നില്ല. Then they will say if you are buying idli from here, sambar and chutney will be free. നമ്മൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ഇതിന്റെ കൂടെ ഫ്രീ ആണെന്ന്. Hallelujah. Hallelujah. Praise the Lord. And if you are going next time, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ, and if you ask them some sambar and chutney, it is free. If you give me some sambar and chutney, idli is in my house, I want some sambar and chutney. അടുത്ത പ്രാവശ്യം പോയിട്ട് എനിക്ക് ഇഡ്ഡലി വേണ്ട, സാമ്പാറും ചട്നിയും മാത്രം മതിയെന്ന് പറഞ്ഞു. My wife cooked good idli in the house. എൻ്റെ ഭാര്യ വീട്ടിൽ നല്ല ഇഡ്ഡലി ഉണ്ടാക്കി. But we couldn't get time to prepare sambar and chutney. സാമ്പാറും ചട്നി ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. Last time you told that sambar and chutney is free. ലാസ്റ്റ് ടൈം നിങ്ങൾ പറഞ്ഞു ഇത് ഫ്രീ ആണെന്ന് പറഞ്ഞു. So please give some sambar and chutney. അതുകൊണ്ട് നിങ്ങൾ സാമ്പാറും ചട്നിയും തരിക. What will he say? അപ്പോൾ അദ്ദേഹം എന്ത് പറയും? The owner of the shop, he will say, we will not give you sambar and chutney to your house. If you are buying idli, we will give it freely. If you are not buying, no sambar, no chutney. നിങ്ങൾ ഇഡ്ഡലി മേടിക്കുകയാണെങ്കിൽ സാമ്പാറും ചട്നിയും കൂടെ തരുമെന്ന് പറയും. Like that, if you receive spiritual healing, physical healing is free. അതുപോലെ തന്നെ നമ്മൾ ശാരീരിക സൗഖ്യം, നമ്മൾ പാപത്തിൽ നിന്നുള്ള ക്ഷമ പ്രാപിക്കുമ്പോൾ നമുക്ക് ശാരീരിക സൗഖ്യം അതിനോടൊപ്പം ലഭിക്കും. ആത്മീയ സൗഖ്യത്തോടൊപ്പം ലഭിക്കുന്നതാണ് ശാരീരിക സൗഖ്യം. If you receive first the spiritual healing, physical healing, healing from disease, it's free like sambar and chutney. നിങ്ങൾക്ക് നമ്മളിപ്പോൾ കേട്ട ഉദാഹരണത്തിലെ പോലെ നമ്മൾ ശാരീരിക സൗഖ്യം
ആത്മീക സൗഖ്യം ലഭിക്കുമ്പോൾ ശാരീരിക സൗഖ്യം ലഭിക്കുന്നു, ഫ്രീ ആയി ലഭിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. So first priority God is giving is the fellowship with God. ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവുമായുള്ള കൂട്ടായ്മയാണ്. Christianity is not a religion. Christianity is an intimate relationship with God. ക്രിസ്ത്യാനിറ്റി എന്നാൽ കർത്താവായ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ് ക്രിസ്ത്യാനിറ്റി എന്നത്. It's a fellowship with Jesus Christ. ഇത് കർത്താവായ യേശുക്രിസ്തുവുമായുള്ള കൂട്ടായ്മയാണ്. Hallelujah. ഹല്ലേലൂയ. So God is inviting you to have a fellowship with Jesus Christ. ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവുമായുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So what is the third healing we can get from God? എന്താണ് മൂന്നാമതായി നാം കാണുന്ന സൗഖ്യം? The Bible says in Psalms 147 verse 3, He heals the broken hearted and binds up their wounds. യഹോവ മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകൾ കെട്ടുന്നു. 147 സങ്കീർത്തനം 3-ാം വാക്യം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. So Bible says there is a healing for the broken heart. അവിടെ ദൈവവചനം പറയുന്നു, അവിടെ മനസ്സ് തകർന്നവർക്ക് അവിടെ ഒരു സൗഖ്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. In our life many times our hearts are broken. നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മുടെ ഹൃദയം തകർന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. Hallelujah. ഹല്ലേലൂയ. Maybe some people's words may hurt our life. ചിലരുടെ വാക്കുകൾ കേട്ട് ഹൃദയം തകരുന്ന അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകാം. Some people's deeds or their actions may hurt our life. അവരുടെ പ്രവൃത്തികൾ മൂലം, ചിലരുടെ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ടൊക്കെ നമ്മുടെ ഹൃദയം തകരുന്ന അവസ്ഥകൾ ഉണ്ടാകാം. Sometimes our own close relatives may hurt our life. നമ്മുടെ അടുത്ത ബന്ധുക്കൾ ഒരു പക്ഷേ നമ്മളെ ചില വാക്കുകൾ കൊണ്ട് നമ്മുടെ ഹൃദയം തകർക്കുന്ന അവസ്ഥ So many നമുക്കുണ്ടായേക്കാം. times our heart may be broken. അങ്ങനെ പല സന്ദർഭങ്ങളിൽ ഹൃദയം തകരുന്ന അവസ്ഥകൾ ഉണ്ടാകാം. So Bible says that our God is a healing. He is a healer. Not only He heals diseases, not only He heals us spiritually, He heals us all our brokenness of our heart. കർത്താവ് നമ്മളെ ശാരീരികമായി സൗഖ്യമാക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്ന അവസ്ഥ, ഹൃദയത്തിന്റെ മുറിവുകളെ ദൈവം കെട്ടി നമ്മുടെ മനസ്സിന്റെ മുറിവുകളെയും ദൈവം സൗഖ്യമാക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Today some of you may be sitting here while your heart is broken. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ഹൃദയം തകർന്ന അവസ്ഥയിലായിരിക്കാം കടന്നു വന്നിരിക്കുന്നത്. We heard the testimony from the sisters. നമ്മൾ മുമ്പേ 2 സഹോദരിമാരുടെ സാക്ഷി നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. She was broken hearted because of the case against her husband. അവരുടെ ഹസ്ബൻഡിന്റെ കേസ് കാരണം ആ സഹോദരി വളരെയധികം കണ്ണുനീരിന്റെയും തകർന്ന അവസ്ഥയിലും ആയിരുന്നു. She cried and she cried. അനേകം ദിവസങ്ങൾ ആ സഹോദരി കണ്ണുനീരിലായിരുന്നു. And actually it was like she was expecting a life imprisonment for her husband, like it is a murder case. ഒരു ജീവപര്യന്തം തടവിന് വിധിക്കപ്പെടേണ്ട ഒരു But because of God's grace and because of fervent prayers, God did a miracle and only 6 months imprisonment. That's a miracle. എന്നാൽ അവിടെ ദൈവം മകൾക്ക് വേണ്ടി, മകളുടെ ഭർത്താവിന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. അത് 6 മാസത്തേക്കായി ചുരുങ്ങുവാനിടയായി. Hallelujah. Hallelujah. Our God is a miracle working God. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. He delivered Peter from jail. ദൈവം പത്രോസിനെ ജയിലിൽ നിന്നും വിടുവിച്ചു. So he can deliver people from jail and bondages. ദൈവത്തിന് ആളുകളെ ജയിലിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ കഴിയും. Why he is delivering people? എന്തുകൊണ്ട് ദൈവം ബന്ധനങ്ങളിൽ നിന്ന് ജനങ്ങളെ വിടുവിക്കുന്നു? To have a good fellowship with Jesus Christ. യേശുക്രിസ്തുവുമായി നല്ലൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ദൈവം ബന്ധനങ്ങളിൽ നിന്ന് ജനത്തെ വിടുവിക്കുന്നു. To live for Jesus Christ. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടി. To glorify His name. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മഹത്വീകരിക്കുന്നതിന് വേണ്ടി. To proclaim the goodness of our God. കർത്താവായ യേശുക്രിസ്തുവിന്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നതിന് വേണ്ടി. Hallelujah. Hallelujah. To serve the Lord as a family. കുടുംബമായി ദൈവത്തെ സേവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. So Bible says there is a healing. We can see mental healing. നമുക്ക് മാനസികമായ ഒരു സൗഖ്യം ആവശ്യമാണെന്ന് Today വചനം anybody പഠിപ്പിക്കുന്നു. needs a mental healing, like mental emotions like a stressful life or anxiety or depression, whatever it is. If you have Jesus, you have healing. ഒരു ഉത്കണ്ഠ, നിരാശ, അത്തരത്തിൽ ഭാരപ്പെടുന്നവർക്കും സൗഖ്യം തരുവാൻ ഇന്ന് പകൽക്കാലം കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So our mind is sometimes if our mind is broken, sometimes nobody will know that. ചില സമയത്ത് നമ്മുടെ ഹൃദയം തകർന്നിരിക്കുന്നു എന്നുള്ളത് മറ്റുള്ള വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. Even our spouse don't know that our mind is broken. ഒരുപക്ഷെ ജീവിത പങ്കാളി ഹൃദയം തകർന്നിരിക്കുന്നു എന്നുള്ളത് ജീവിത പങ്കാളിക്ക് പോലും മനസ്സിലാകാത്ത അവസരങ്ങൾ ഉണ്ടായേക്കാം. Because outward we are very happy. എന്തുകൊണ്ടെന്നാൽ പുറമേ വളരെയധികം സന്തോഷം ഭാവിക്കുന്നു. And if anybody asking how are you, you will say good. സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു ഞാൻ സുഖമായിരിക്കുന്നു എന്ന് പറയും. Good, I am very good. എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ സുഖമായിരിക്കുന്നു എന്ന് And how പറയും. are you?
നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? So normally we speak like that. ചില സമയത്ത് അത്തരത്തിൽ നാം സംസാരിക്കാറുണ്ട്. So outward, when you look outward, you are looking very happy and people think that you have no problem. പുറമേ നോക്കുമ്പോൾ ചിരിക്കുന്നു, അതുകൊണ്ട് കാണുന്നവർ വിചാരിക്കുന്നു ഒരു ദുഃഖവുമില്ല എന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. When outward you are like a smiling face, you have a smiling face. അകത്ത് ദുഃഖം ഒതുക്കി പുറമേ ചിരിക്കുന്ന അവസ്ഥ ചിലപ്പോഴുണ്ട്. Hallelujah. ആമേൻ. And we know how to handle that. അത് നമുക്കെല്ലാവർക്കും അറിയാം. Because normally we are doing like that. പലരും അപ്രകാരം ചെയ്യുന്നവരാണ്. Am I right? ഞാൻ പറയുന്നത് ശരിയാണോ? Hallelujah. ഹല്ലേലൂയ. Normally we will smile outside. ഹൃദയത്തിൽ ദുഃഖം ഒതുക്കിയിട്ട് പുറമേ ചിരിക്കുന്ന അവസ്ഥ. Right? ശരിയാണോ? Hallelujah. But God sees our heart. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയം അറിയുന്നു. God sees our inner pains. ദൈവം നമ്മുടെ ഹൃദയം അറിയുന്നു. നമ്മുടെ ആന്തരികമായ വേദനകളെ ദൈവം കാണുന്നു. No man can see your internal wounds or internal pain. നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന വേദന എന്തെന്ന് ഒരു മനുഷ്യനും കാണുവാൻ കഴിയുകയില്ല. If you go to a hospital, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാലും they will take your x-ray or they will scan your body. അവർ എക്സ്റേ എടുക്കും, സ്കാൻ ചെയ്യും. And they will say you have fracture in your leg. നിങ്ങൾക്ക് കാലിലൊരു ഒടിവ് പറ്റിയാൽ അതിന്റെ എക്സ്റേ എടുക്കും. That they can see. അത് ഡോക്ടേഴ്സിന് കാണുവാൻ പറ്റും. But they cannot diagnose your fracture in your mind. നിങ്ങളുടെ മനസ്സിന്റെ മുറിവ് എന്തെന്ന് അവർക്ക് ആർക്കും മനസ്സിലാക്കുവാൻ കഴിയില്ല. They cannot diagnose it through the scanning. അത് സ്കാനിങ്ങിലോ എക്സ്റേയിലോ ഒന്നും മനസ്സിന്റെ മുറിവ് വെളിപ്പെട്ട് വരത്തില്ല. Hallelujah. If you have physically broken your leg, ശാരീരികമായി കാലിന് ഒരു ഒടിവുണ്ടായാൽ easily people can identify that. അത് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ കഴിയും. But if you have a brokenness in your mind, എന്നാൽ ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ no scanning machine will reveal that. ആ ഹൃദയത്തിന്റെ തകർച്ച ഒരു സ്കാനിംഗ് മെഷീനിലും തെളിയത്തില്ല. Hallelujah. ആമേൻ. That is only one scanning machine. അത് കണ്ടുപിടിക്കാൻ ഒരേ ഒരു സ്കാനിംഗ് മെഷീനേ ഉള്ളൂ. That is the Holy Spirit. അതാണ് പരിശുദ്ധാത്മാവ്. Holy Spirit knows your agonies. പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകൾ, തകർച്ചകൾ അറിയുന്നത്. Holy Spirit know what is your problem. നിങ്ങളുടെ വേദനകൾ അറിയുന്നത് പരിശുദ്ധാത്മാവാണ്. And today God's Holy Spirit is here. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. To heal your broken heart. നിങ്ങളുടെ തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുവാൻ. To heal your brokenness. നിങ്ങളുടെ തകർന്ന ഹൃദയത്തെ സൗഖ്യമാക്കുവാൻ. Heal your depression. നിങ്ങളുടെ നിരാശകളെ മാറ്റുവാൻ. Heal your anxiety. നിങ്ങളുടെ ഉത്കണ്ഠകളെ മാറ്റുവാൻ. Heal your fears. നിങ്ങളുടെ ഭയങ്ങളെ മാറ്റുവാൻ. Deliver you from every bondages. നിങ്ങളെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുവിക്കുന്നതിന് വേണ്ടി. Deliver you from fears. നിങ്ങളെ ഭയങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി. Deliver you from anxieties. ഉത്കണ്ഠകളിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി. Deliver you from depression. നിരാശകളിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി. And deliver you from every brokenness of your mind. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഇത്തരത്തിലുള്ള എല്ലാ തകർച്ചകളിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മ Jesus can heal you. യേശുവിനെ നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. Because maybe you may lose your job. ഒരുപക്ഷെ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം. You may be lost your beloved ones. നിങ്ങളുടെ ഉടയവർ നിങ്ങൾ നഷ്ടപ്പെട്ട വേദനയിലായിരിക്കാം. Or you may be lost some of your best friends. നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളെ നിങ്ങൾ നഷ്ടപ്പെട്ട വേദനയിലായിരിക്കാം. Whatever may be the problem you are facing today. എന്ത് തന്നെ പ്രശ്നമാണോ നിങ്ങൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. Or you may be encountering, you may be facing with a bankruptcy or a financial debt. ഒരു കടഭാരത്താൽ നിങ്ങൾ വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ, whatever may be the condition of your life, ഏത് അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, God knows your heart. നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥകളെ ദൈവം അറിയുന്നു. And today God is here to heal your heart. ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തെ സൗഖ്യമാക്കുന്നതിന് വേണ്ടി ഇവിടെയുണ്ട്. നിങ്ങളുടെ വേദനകൾ നിങ്ങളെ വിടുവിക്കുന്നതിന് വേണ്ടി ഇന്ന് പകൽക്കാലം ഇവിടെയുണ്ട്. The Holy Spirit is moving here. പരിശുദ്ധാത്മാവ് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. Holy Spirit is moving here. പരിശുദ്ധാത്മാവ് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. To heal the wounded soul. തകർന്ന ഹൃദയങ്ങളുടെ മുറിവ് കെട്ടുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഇവിടെയുണ്ട്. To heal the broken heart. തകർന്ന ഹൃദയത്തെ സൗഖ്യമാക്കുന്നതിന് വേണ്ടി God's power is here. കർത്താവിന്റെ ദൈവിക ശക്തി, സൗഖ്യമാക്കുന്ന ശക്തി ഇവിടെയുണ്ട്. Hallelujah. ഹല്ലേലൂയ.